ഹലോ എജു വേൾഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നാളെയാണ് നമ്മുടെ CSEB എക്സാം അല്ലേ? എല്ലാവരും പഠിച്ച് റെഡി ആയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി തന്നെ എഴുതുക, നല്ല മാർക്ക് വാങ്ങിക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ CSEB എക്സാമിൻ്റെ പ്രിപ്പറേഷനിൽ ലാസ്റ്റ് അവർ വീഡിയോ ആണ്, അല്ലെങ്കിൽ ലാസ്റ്റ് അവർ റിവിഷൻ മാരത്തോൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് ടൈം ഒട്ടും വൈകിക്കാതെ തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇത്രയാണ് അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ. അതായത് നമ്മുടെ ഫസ്റ്റ് കാര്യങ്ങളാണ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള അപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഏത് ഫോം നമ്പറിലാണ് കൊടുക്കുക? ഫോം നമ്പർ 1 കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഇതിൻ്റെ ആൻസർ ഫോം നമ്പർ 1 നമ്മൾ ഈ കോപ്പറേറ്റീവ് ലോ, അതായത് എങ്ങനെയാണ് ഈ സെക്ഷൻസൊക്കെ ഈസിയായി പഠിക്കുക എന്നുള്ളത് ഒരു കഥ പോലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള വീഡിയോ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ കാണാത്തവർ പ്ലേലിസ്റ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കിട്ടും. അപ്പോൾ അതൊക്കെ കാണുക കേട്ടോ. അപ്പോൾ ആ ഒരു കഥയിലൂടെ നിങ്ങൾക്ക് സെക്ഷൻസൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ഫോം നമ്പർ ഡാഷ്. രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ ഫോം നമ്പർ ഡാഷ്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഫോം നമ്പർ 3 രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിത്തിൻ ഡാഷ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റി ദ ചീഫ് പ്രൊമോട്ടർ ഷാൽ കൺവെൻ ഫസ്റ്റ് ജനറൽ ബോഡി. അതായത് ജനറൽ ബോഡി തുടങ്ങേണ്ടത് എപ്പോഴാണ്? ചീഫ് പ്രൊമോട്ടർ മീൻസ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് എപ്പോഴാണ് തുടങ്ങേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 മന്ത്സിനുള്ളിൽ വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വർ ദ ചീഫ് പ്രൊമോട്ടർ ഫെയിൽ ടു കൺവെൻ ദ ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ഇറ്റ് ഷാൽ ബി കൺവെൻഡ് ബൈ എനി പേഴ്സൺ ഓതറൈസ്ഡ് ഇൻ ദാറ്റ് ബിഹാഫ് ബൈ ഡാഷ്. അതായത് നമ്മുടെ ചീഫ് പ്രൊമോട്ടർ വിത്തിൻ 3 മന്ത്സിനുള്ളിൽ ജനറൽ ബോഡി തുടങ്ങിയിട്ടില്ലെങ്കിൽ ഒരു ഡാഷ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അയാൾക്കോ അല്ലെങ്കിൽ അയാൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ഏതൊരാൾക്കും ജനറൽ ബോഡി സ്റ്റാർട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവും. അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ? രജിസ്ട്രാറാണ്. അതായത് രജിസ്ട്രാർക്കും തുടങ്ങാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രജിസ്ട്രാർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ആർക്ക് വേണമെങ്കിലും ചീഫ് പ്രൊമോട്ടർ 3 മന്ത്സിനുള്ളിൽ ജനറൽ ബോഡി തുടങ്ങാൻ ഫെയിലായി കഴിഞ്ഞാൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആസ് പെർ സെക്ഷൻ 31 സബ്സെക്ഷൻ 1 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എ പേഴ്സൺ നോമിനേറ്റഡ് ടു കമ്മിറ്റി ഓഫ് ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി ഷാൽ ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ്. എന്ന ക്വസ്റ്റ്യൻ ഒന്നും കൂടി നിങ്ങൾ വായിച്ചു നോക്കുക. അതായത് സെക്ഷൻ 31 സബ്സെക്ഷൻ 1 പ്രകാരം എ പേഴ്സൺ നോമിനേറ്റഡ് ടു ദ കമ്മിറ്റി ഓഫ് ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി ഷാൽ ബി ഹോൾഡ് ഓഫീസ് ഡ്യൂറിങ്. ആ ഒരു ഓഫീസ് അപ്പെക്സ് അല്ലെങ്കിൽ സെൻട്രൽ സൊസൈറ്റി അതിൻ്റെ ഡ്യൂറേഷൻ ഓഫീസ് എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഡ്യൂറിങ് ദ പ്രഷർ ഓഫ് ദ ഗവൺമെൻറ് ഓർ സ്പെസിഫൈഡ് അതോറിറ്റി, അതുവരേക്കുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി ഡീൽസ് ഇൻ. അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി ഡീൽസ് ഇൻ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സെക്ഷൻ 28. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നോട്ടീസ് ഓഫ് ദ പബ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രൽ റോൾ വോട്ടർ ലിസ്റ്റ് ഇൻ ഫോം നമ്പർ 34 ആൻഡ് ദ പബ്ലിക്കേഷൻ ഓഫ് ഫൈനൽ ലിസ്റ്റ് ഇൻ ഫോം നമ്പർ ഡാഷ്. അപ്പോൾ ഫൈനൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഏത് ഫോം നമ്പറിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഫോം നമ്പർ 35 ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ലിസ്റ്റ് ഓഫ് വോട്ടേഴ്സ് സപ്ലൈഡ് ബൈ ദ സൊസൈറ്റി ടു എനി മെമ്പർ ഓൺ ഡാഷ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പേയ്മെൻറ്റ് ഓഫ് സച്ച് ഫീസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് ബൈ ദ കമ്മിറ്റി ഓഫ് ദി സൊസൈറ്റീസ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നോമിനേഷൻ പേപ്പർ ഷാൽ ബി മെയ്ഡ് ഇൻ. അത് ഏത് ഫോമിലാണ് ചോദിച്ചിരിക്കുന്നത്? നോമിനേഷൻ പേപ്പർ ഇതെന്ന് പറയുന്നത്. അപ്പോൾ എത്രയാണ്? ഫോം നമ്പർ 36 ആണ്. ഫോം നമ്പർ 36 നോമിനേഷൻ പേപ്പർ ഡീൽ ചെയ്യുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റിസർവേഷൻ ഫോർ പേഴ്സൺസ് വിത്ത് ബാങ്കിങ് എക്സ്പീരിയൻസ് ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇൻ ദ കമ്മിറ്റി ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഡീൽസ് ഡാഷ്. അതായത് നമ്മൾ ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ബാങ്കിങ് എക്സ്പീരിയൻസും അതേപോലെ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കല്ല, അതായത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കമ്മിറ്റിയിൽ ഇവർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? റിസർവേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഏത് സെക്ഷൻ പ്രകാരം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സെക്ഷൻ 28A ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റൂൾ 35E ഡീൽസ്. റൂൾ 35E ഡീൽസ് ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പ്രൊസീജിയർ ഫോർ പേയ്മെൻറ്റ് ഓഫ് ഫീ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പ് ഓഫ് കമ്മിറ്റി ഡീൽസ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ റൂൾ 44 ആണ്. റൂളാണ് ചോദിച്ചിരിക്കുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ കമ്മിറ്റി ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി.
അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഷാൽ നോട്ട് എക്സീഡ് 15. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കമ്മിറ്റി മെമ്പർ ഓഫ് എ സൂപ്പർസീഡഡ് കമ്മിറ്റി ഈസ് ഡിസ്ക്വാളിഫൈഡ് ഫോർ. എ കമ്മിറ്റി മെമ്പർ ഓഫ് എ സൂപ്പർസീഡഡ് കമ്മിറ്റി ഈസ് ഡിസ്ക്വാളിഫൈഡ് ഫോർ ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? 2 consecutive terms. 2 consecutive terms. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 27 ഡീൽസ്. സെക്ഷൻ 27 ഡീൽസ്. 27 എന്നുള്ള സെക്ഷൻ എന്തിൻ്റെ ഡീൽ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഫൈനൽ അതോറിറ്റി ഇൻ എ സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ റൂൾ 34. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സൂപ്പർ സെഷൻ ഓഫ് ദ കമ്മിറ്റി ഈസ് എക്സിക്യൂട്ടഡ് ആഫ്റ്റർ. സൂപ്പർ സെഷൻ ഓഫ് ദ കമ്മിറ്റി ഈസ് എക്സിക്യൂട്ടഡ് ആഫ്റ്റർ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആൻ എൻക്വയറി ബൈ ദ രജിസ്ട്രാർ, റിപ്പോർട്ട് ഓഫ് ദി ഫിനാൻസിംഗ് ബാങ്ക്, റിപ്പോർട്ട് ഓഫ് ദ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ, റിപ്പോർട്ട് ഓഫ് ദി വിജിലൻസ് ഓഫീസർ. അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയുടെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ സൂപ്പർസീഡ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എവരി പ്രപ്പോസൽ ഫോർ അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഓഫ് എ സൊസൈറ്റി ഷാൽ ബി മെയ്ഡ് ഓൺലി ബൈ എ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ എ ഡാഷ് മെജോറിറ്റി ഓഫ് ദി മെമ്പേഴ്സ് പ്രസൻറ്റ് ആൻഡ് വോട്ടിംഗ്. ഇതിൻ്റെ ചുരുക്കം ഇതാണ്. അതായത് അമെൻമെൻറ്റ് ഓഫ് ബൈലോ ചെയ്യണം, സൊസൈറ്റിയുടെ ബൈലോ അമെൻമെൻറ്റ് ചെയ്യണമെങ്കിൽ എത്രയാണ് മെജോറിറ്റി ആയിട്ടുള്ള അവരുടെ മെമ്പേഴ്സിൻ്റെ റെസൊല്യൂഷൻ പാസ് ചെയ്യേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? 2/3 മെജോറിറ്റി ഓഫ് ആളെങ്കിലും വേണം, എന്നാൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എവരി അപ്ലിക്കേഷൻ മെയ്ഡ് ടു ദി രജിസ്ട്രാർ ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് അമെൻമെൻറ്റ് ഷാൽ ബി സൈൻഡ് ബൈ ഡാഷ്. നമ്മൾ അമെൻമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ആരൊക്കെയാണ് സൈൻ ചെയ്തിരിക്കേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സെക്രട്ടറിയും അറ്റ്ലീസ്റ്റ് 2 എക്സിക്യൂട്ടീവ് മെമ്പേഴ്സുമാണ് സൈൻ ചെയ്തിരിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഫിലിയേഷൻ ടു അപ്പെക്സ് സൊസൈറ്റി ഡീൽസ് ഇൻ ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സെക്ഷൻ 8A ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ഷാൽ ബി ടേക്കൺ എ ഡിസിഷൻ വിത്തിൻ ഡാഷ് ഡേയ്സ്. അപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ഷാൽ ബി ടേക്കൺ ഡിസിഷൻ വിത്തിൻ ഡാഷ് ഡേയ്സ്. അതായത് അഫിലിയേഷനുള്ള അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിലാണ് അതിൻ്റെ ഡിസിഷൻ എടുക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 60 days. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റെയ്ഡ്കോ ആൻഡ് റെപ്കോ ആർ ദ എക്സാമ്പിൾ ഓഫ് ഡാഷ് സൊസൈറ്റി. ഇത് രണ്ടിനും ഏത് സൊസൈറ്റിക്കുള്ള എക്സാമ്പിൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ആഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പബ്ലിക്കേഷൻ ഓഫ് നെയിം ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീൽസ് ഡാഷ്. പബ്ലിക്കേഷൻ ഓഫ് നെയിം ബൈ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീൽസ് ഡാഷ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സെക്ഷൻ 9A. അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ കിടക്കാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ കേസ് ഓഫ് റിജക്ഷൻ ഓഫ് അപ്ലിക്കേഷൻ ഫോർ അഫിലിയേഷൻ ദ സൊസൈറ്റി മേ ഫയൽ ആൻ അപ്പീൽ ബിഫോർ രജിസ്ട്രാർ. രജിസ്ട്രാർ ഷാൽ ഡിസ്പോസ് ദ അപ്പീൽ വിത്തിൻ ഡാഷ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് അപ്പീൽ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 60 days ആണ്. ഇനി ഏത് സെക്ഷനാണ് ഡീൽ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സൊസൈറ്റി ഇൻ സെർട്ടൻ കേസസ്. അത് ഡീൽ ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സെക്ഷൻ 15 ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്സ് ഡാഷ്. അതായത് ഏത് റൂൾ പ്രകാരമാണ് സൊസൈറ്റിയെ നമ്മൾ അതിൻ്റെ ടൈപ്പിൽ ബേസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ റൂൾ 15 ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദി ഓർഡർ ഓഫ് റെഫ്യൂസൽ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് സൊസൈറ്റീസ് സെൻഡ് ടു ഡാഷ്. അതായത് നമ്മൾ ഇൻ കേസ് രജിസ്ട്രേഷൻ റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർഡർ ആർക്കാണ് അയക്കേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചീഫ് പ്രൊമോട്ടർക്കാണ് അയക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫീ ഫോർ രജിസ്റ്റർ വനിത ആൻഡ് SC/ST സൊസൈറ്റി ഈസ്. അതായത് വനിതാ സൊസൈറ്റീസ് അതേപോലെ SC/ST സൊസൈറ്റീസ് ഒക്കെ രജിസ്റ്റർ ചെയ്യേണ്ട ഫീ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 500 ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. രജിസ്ട്രാർ ക്യാൻ ആൾട്ടറിങ് ദ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ ഓഫ് രജിസ്റ്റേർഡ് സൊസൈറ്റി ആസ് പെർ സെക്ഷൻ ഓഫ് 12 സബ്സെക്ഷൻ 5 ഡിലീറ്റഡ് ഫ്രം ദ KCS ആക്ട് ഇൻ ഡാഷ്. അതായത് നമുക്ക് ഈ രജിസ്ട്രാർക്ക് വേണമെങ്കിൽ എന്താണ് സെക്ഷൻ 12 സബ്സെക്ഷൻ 5 പ്രകാരം നമ്മൾ രജിസ്ട്രാർക്ക് ഒരു സൊസൈറ്റിയുടെ ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ വേണമെങ്കിൽ ആൾട്ടർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പക്ഷേ അത് ഏതോ ഒരു ആക്റ്റിൽ, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്റ്റിൽ ഏതോ വർഷം വന്നിട്ടുള്ള ആക്റ്റിൽ ഡിലീറ്റ് ചെയ്തു. ഏത് വർഷം വന്ന ആക്റ്റിൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 2013 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് റൂൾസ് ഡീൽസ് അക്കൗണ്ട്സ് ആൻഡ് അതർ ബുക്സ് മെയിൻറ്റെയിൻഡ് ബൈ ദ സൊസൈറ്റി? ഏത് റൂൾ പ്രകാരമാണ് ഒരു സൊസൈറ്റി അക്കൗണ്ട്സും അതർ ബുക്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്? അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? റൂൾ 29 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ കോപ്പീസ് ഓഫ് ദ ഡോക്യുമെൻറ്റ് ഓർ എൻട്രി ഷാൽ ബി സർട്ടിഫൈഡ് ബൈ ഡാഷ്. അതായത് നമ്മൾ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പീസോ അതേപോലെ എൻട്രീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരാണ് സർട്ടിഫൈ ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ദ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ അവിടെ സെക്രട്ടറി ഓഫ് ദ സൊസൈറ്റി, സെക്രട്ടറി ആവാം, ഒന്നുകിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ സെക്രട്ടറി, ആൻഡ് നോട്ട് ലെസ് ദാൻ 2 members ഓഫ് ദി കമ്മിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ ഈസ് ദ രജിസ്ട്രാർ ഓഫ് കയർ സൊസൈറ്റീസ്? അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഡയറക്ടർ ഓഫ് കയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പീൽ ഫൈൽഡ് ബിഫോർ രജിസ്ട്രാർ ഓർ ഗവൺമെൻറ് ഷാൽ ബി ഡിസ്പോസ്ഡ് വിത്തിൻ ഡാഷ് ഡേയ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് റെപ്രസെൻറ്റേഷൻ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 60 days ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്ജക്റ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീൽസ് ഇൻ ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സെക്ഷൻ 4 ആണ്. അപ്പോൾ ഇത്ര കുറച്ച് സ്പീഡിൽ പോകാൻ കാരണമുണ്ട്. കാരണം ഇതുമായിട്ട് ഈ കോപ്പറേറ്റീവ് ലോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ്, അതിൻ്റെ എൻ്റയർ ക്ലാസ്സൊക്കെ ഒരുപാട് നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടവരാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്തിരി ഇങ്ങനെ കുറച്ച് എക്സ്പ്ലനേഷൻ ഒന്നും ഇല്ലാതെ ഇത്തിരി സ്പീഡിൽ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ പ്ലേലിസ്റ്റിൽ പോയി ആ വീഡിയോ തീർച്ചയായിട്ടും കാണണം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദി അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഷാൽ ബി അക്കമ്പനീഡ് ബൈ ഡാഷ് കോപ്പീസ് ഓഫ് പ്രൊപ്പോസ്ഡ് ബൈ ലോസ് ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ രജിസ്ട്രേഷൻ്റെ സമയത്ത്, രജിസ്ട്രേഷനിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എത്ര ബൈലോസിൻ്റെ കോപ്പീസാണ് വേണ്ടതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 3 copies ആണ്. എന്നാൽ മൾട്ടി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം എത്രയാണ്? 4 copies ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് മേ അപ്പോയിൻറ്റ് എ പേഴ്സൺ ടു ബി RCS ഓഫ് ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോർ ദ സ്റ്റേറ്റ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഗവൺമെൻറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ഓഫ് രജിസ്റ്റേർഡ് ഡീൽസ് ഇൻ ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സെക്ഷൻ 3 സബ്സെക്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒബ്ജക്റ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഡീൽസ് ഇൻ ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സെക്ഷൻ 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Where the RCS refuses to register the society, he shall communicate the order of refusal together with the reason within dash days. Correct answer 7 days ആണ്. Crossing of a check can be cancelled by dash. Crossing of a check can be cancelled by dash. Answer എന്താണ്? Drawer ആണ് ആൻസർ. Next question. Dash maintains currency chest with SBI, government, treasuries and public sector banks. അതായത് കറൻസി ചെസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആരാണ് കറൻസി ചെസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? RBI ആണ് നമ്മുടെ കറൻസി ചെസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? RBI ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ആസ് സെക്യൂരിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് എ ഡെപ്റ്റ് ഓർ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ് ഈസ് നോൺ ആസ് ഡാഷ്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് ആസ് സെക്യൂരിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് എ ഡെപ്റ്റ് ഓർ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ് ഈസ് നോൺ ആസ് ഡാഷ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? പ്ലെഡ്ജ് ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫ്ലൂയിഡ് റിസോഴ്സസ് ദാറ്റ് എ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി has to maintain as per Rule 63 is 100% of all deposit matured and due for payment plus dash percentage of all other demand and time liabilities. ഒന്നൊരു കുഴക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഒന്നുമില്ല, സിമ്പിളാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് റൂൾ 63 പ്രകാരം എന്താണ്? പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി എന്ത് മെയിൻറ്റെയിൻ ചെയ്യണം? ഫ്ലൂയിഡ് റിസോഴ്സസ് മെയിൻറ്റെയിൻ ചെയ്യണം. സോ അത് എന്തിൻ്റെതാണ്? അതായത് 100% ഓഫ്
ഓൾ ഡെപ്പോസിറ്റ് മെച്ചൂർഡ് അതിൻ്റെതും ആൻഡ് ഡ്യൂ ഫോർ പേയ്മെൻറ്റ് പ്ലസ് പിന്നെ ഒരു എന്താണ് അതർ ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസിൻ്റെ സെർട്ടൻ പെർസെൻറ്റേജും മെയിൻറ്റെയിൻ ചെയ്യണം. ആ അതർ ടൈം ആൻഡ് ലാബിലിറ്റീസിൻ്റെ അതായത് ഡിമാൻഡ് ആൻഡ് ടൈം ലാബിലിറ്റീസിൻ്റെ എത്ര പെർസെൻറ്റേജ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സിമ്പിളാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. 2 പ്രാവശ്യം വായിച്ചു നോക്കിയാലൊക്കെ നമുക്ക് ആൻസർ പറയാൻ വേണ്ടി പറ്റും കേട്ടോ. എത്രയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? 20% ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഷെഡ്യൂൾഡ് ബാങ്ക്സ് ആർ ദോസ് ലിസ്റ്റഡ് ഇൻ ദ സെക്കൻഡ് ഷെഡ്യൂൾ ഓഫ് ഡാഷ് ആക്ട്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? RBI ആക്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ അഗ്രികൾച്ചറൽ ഫിനാൻസ് ഈസ് ഡാഷ്. ദ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ അഗ്രികൾച്ചറൽ ഫിനാൻസ് ഈസ് ഡാഷ്. ഓപ്ഷൻ ഉണ്ട് തന്നിട്ട് നബാർഡ്, എക്സിം ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, IDBI. ഒന്നുമില്ല. അപ്പെക്സ് അഗ്രികൾച്ചറൽ ഫിനാൻസ് ഓർക്കുമ്പോൾ എന്താണ് നമ്മൾ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും എന്താണ് ആൻസർ? നബാർഡാണ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ദ മലയാളി ഹൂ ബിക്കേം ദ ചെയർമാൻ ഓഫ് നാഫ്സ്കോപ്പ് ഈസ് ഡാഷ്. ദ മലയാളി ഹൂ ബിക്കം ദ ചെയർമാൻ ഓഫ് നാഫ്സ്കോപ്പ് ഈസ് ഡാഷ്. ആരാണ്? KR അരവിന്ദാക്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ഈ നാഫ്സ്കോപ്പ് എന്താണെന്ന് ഡൗട്ടില്ലേ? നമുക്ക് ക്ലിയർ ആക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെക്കമെൻഡഡ് ബൈ ഡാഷ്. നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെക്കമെൻഡഡ് ബൈ ഡാഷ്. നാഷണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഫ് ഇന്ത്യ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ഗുഷ്രു കമ്മിറ്റിയാണ്. ഗുഷ്രു കമ്മിറ്റി അല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. RBI അപ്പോയിൻമെൻറ്റ് ചെയ്തതാണ് 1986 to 89 വരെയുള്ളത്. ആ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് നമ്മുടെ COBI എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കറണ്ട് അക്കൗണ്ട്സ് ആർ മെയിൻലി ഓപ്പൺഡ് ബൈ ഡാഷ്. കറണ്ട് അക്കൗണ്ട്സ് ആർ മെയിൻലി ഓപ്പൺഡ് ബൈ ഡാഷ്. ഓപ്ഷൻസ് ഉണ്ട്. പ്രൊഫഷണൽസ്, അഗ്രികൾച്ചറിസ്റ്റ്, സാലറീഡ് ക്ലാസ് പീപ്പിൾ, ട്രേഡിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ കൺസേൺ. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ട്രേഡിംഗ് ആൻഡ് ഇൻഡസ്ട്രിയൽ കൺസേൺസ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപേണയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അതുപോലെ ആദ്യമായിട്ട് കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ അപ്ഡേഷൻ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് നാഫ്സ്കോപ്പ്. എന്താണ് നാഫ്സ്കോപ്പ് എന്നുള്ളത്? എന്താണ്? നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ്. നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ആണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോഡക്റ്റ് ഓഫ് ഡാഷ് ഈസ് പോപ്പുലർലി നോൺ ആസ് ദ ബ്രാൻഡ് നെയിം അമൂൽ. അമൂൽ എന്ന ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്നത് ഏത് പ്രൊഡക്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുടെ പ്രൊഡക്റ്റ് ആണ്? അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൈറ ഡിസ്ട്രിക്റ്റ് കോഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ. അവരുടെ പ്രോഡക്റ്റുകളാണ് അമൂൽ എന്നുള്ള പേരിൽ എന്നുള്ള ബ്രാൻഡ് നെയിമിൽ അറിയപ്പെടുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ DG കാർവേ കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ ഡാഷ് കോൺഗ്രസ്. അതായത് DG കാർവേ കമ്മിറ്റി ഏത് ഇയറിലാണ്, ഏത് കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? 1966 വിയന്ന കോൺഗ്രസ്സിലാണ് നമ്മുടെ DG കാർവേ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോർ ഇൻ കോഓപ്പറേറ്റീവ് സെക്ടർ ഇൻ ഇന്ത്യ വാസ്. ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറാണ് കോഓപ്പറേറ്റീവ് സെക്ടറിലുള്ളത് ഇന്ത്യയിലാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആൻസർ? ഡൽഹിയാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടേംസ് ട്രേഡ് ക്രെഡിറ്റ്, പ്ലെഡ്ജ് ലോൺ സിസ്റ്റം റിലേറ്റഡ് ടു ഡാഷ്. അതായത് ഈ ടേമുകൾ ട്രേഡ് ക്രെഡിറ്റും പ്ലെഡ്ജ് ലോൺ സിസ്റ്റം ഒക്കെ ഏതുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ്? മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ്. എന്താണ്? അഗ്രികൾച്ചർ സൊസൈറ്റീസ്, അതേപോലെ ഹാൻഡ്ലൂം സൊസൈറ്റീസ്, അതേപോലെ എന്താണ് കയർ സൊസൈറ്റീസ് എന്നൊക്കെ തന്നിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ നമ്മൾ മാർക്കറ്റിംഗ് സൊസൈറ്റീസും കൂടി തന്നിട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നിങ്ങൾ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ റെക്കമെൻഡഡ് ദ ഫോർമേഷൻ ഓഫ് 1904 ആക്ട്. 1904 ആക്ടിൻ്റെ റെക്കമെൻഡേഷൻ ആരാണ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആരാണ് ചെയ്തത്? ലോർഡ് കഴ്സൺ ആണ്
ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പിന്നൊരു രൂപത്തിലും കൂടി ചോദിക്കാറുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 19 നോട്ട് ആക്ട് കണ്ടെയ്ൻസ് ഹൗ മെനി സെക്ഷൻസ്? സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്ര സെക്ഷൻസ് ആണ് 1904 ആക്ടിലുള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 29 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ 1904 ആക്ട് ബേസ്ഡ് ഓൺ ഡാഷ് ആക്ട്. 1904 ആക്ട് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അതിൽ എന്തിൻ്റെ ബേസിലാണ് ഫോം ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ബ്രിട്ടീഷ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് 1896 ബേസ് ചെയ്ത് കൊണ്ടാണ് നമ്മുടെ 1904 കോപ്പറേറ്റീവ് ആക്ട് രൂപീകരിച്ചിട്ടുള്ളത്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഹെഡ് ഓഫ് ഓഡിറ്റ് വിങ്. ദ ഹെഡ് ഓഫ് ഓഡിറ്റ് വിങ് ഈസ് ഡാഷ്. അതായത് ഓഡിറ്റ് വിങ്ങിൻ്റെ ഹെഡ് ആരെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്. ആരാണ്? എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? DCA. DC ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ പ്രൊവിഷൻ ഫോർ ഓഡിറ്റ് ഫീസ് ഈസ്. ദ പ്രൊവിഷൻ ഫോർ ഓഡിറ്റ് ഫീസ് മെൻഷൻഡ് ഇൻ ഡാഷ് ആക്ട്. ഓഡിറ്റ് ഫീസിനുള്ള ഒരു പ്രൊവിഷൻ ഏത് ആക്ടിലാണ് അതായത് മെൻഷൻ ചെയ്തിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് ആക്ടിലാണ്? 1912 ആക്ട് പ്രകാരമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലാംസ് സ്റ്റാൻഡ് ഫോർ. LAMPS സ്റ്റാൻഡ് ഫോർ. അതിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താണ്? ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് ലാംസിൻ്റെ ഫുൾ നെയിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. The urban cooperative banks, salary earners societies, thrift and credit societies are example of. The urban cooperative banks, salary earners societies, thrift and credit societies are example of dash. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, സാലറി ഏണേഴ്സ് സൊസൈറ്റി, അതുപോലെ ത്രിഫ്റ്റ് ആൻഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ്? ഇത് എന്ത് സൊസൈറ്റീസിനുള്ള എക്സാമ്പിൾ ആണ്? എന്താണ്? നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ഓപ്പൺ ബ്രാഞ്ച് അറ്റ് ചൈന. ചൈനയിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? SBI ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡ്, NFDB, ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻറ്റ് ബോർഡ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് നമ്മൾ NFDBയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കോമാർക്ക്, ഇന്ത്യൻ കോഫി മേക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇന്ത്യൻ കോഫി മേക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് അറ്റ് ഡാഷ്. എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? അതായത് നമ്മുടെ കർണാടകയിലുള്ള ഹസനിലാണ് കോമാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ടെക്നോളജി യൂസ്ഡ് ഇൻ CD ഈസ്. ദ ടെക്നോളജി യൂസ്ഡ് ഇൻ CD ഈസ്. CDയിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഏതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ലേസർ ടെക്നോളജിയാണ് ആൻസർ. ലേസർ ടെക്നോളജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സെക്കൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക് സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. ദ സെക്കൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക് സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. അതായത് നമ്മുടെ ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് എവിടെയായിരുന്നു? പഞ്ചാബിലായിരുന്നു. പഞ്ചാബിലെ ജംഗിലായിരുന്നു സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. സെക്കൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക് എവിടെയാണ്? ബംഗാളിലെ നോഗോണിലാണ് നമ്മുടെ സെക്കൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ പഞ്ചാബിലെ ജംഗിലും സെക്കൻഡ് വൺ ബംഗാളിലെ നോഗോണിലും. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ഫസ്റ്റ് ടെക്നോ പാർക്ക് ഇൻ ഇന്ത്യ അറ്റ്. അതായത് ഇന്ത്യയിലെ ഫസ്റ്റ് ടെക്നോ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ആൻസർ എന്താണ്? ട്രിവാൻഡ്രം, തിരുവനന്തപുരത്താണ് നമ്മുടെ ഫസ്റ്റ് ടെക്നോ പാർക്ക് ഇൻ ഇന്ത്യ സിറ്റുവേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി അപ്പിയേഴ്സ് അറ്റ് ഡാഷ്. കോപ്പറേറ്റീവ് സൊസൈറ്റി അപ്പിയർ അറ്റ് ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 7th ഷെഡ്യൂൾ എൻട്രി 32 ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. 7th ഷെഡ്യൂൾ എൻട്രി 32 ഇൻ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണെന്നത്? വിച്ച് പ്രിൻസിപ്പിൾ ഈസ് നോൺ ആസ് കാർവേസ് പ്രിൻസിപ്പിൾ ഓർ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത്. അതായത് കാർവേസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്നറിയപ്പെടുന്നത് ഏത് പ്രിൻസിപ്പിൾ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്.
കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്. നമ്മുടെ 6th പ്രിൻസിപ്പിൾ ആയിട്ടുള്ള കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ചിലപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഗ്രോത്ത് എന്നറിയപ്പെടുന്നത് ഏത് പ്രിൻസിപ്പിൾ ആണെന്ന് ചോദിക്കും. അപ്പം അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഡാഷ് ഹെഡ് ക്വാർട്ടേഴ്സ് അറ്റ് ഡാഷ്. അതായത് NCHF ഏത് ഇയറാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? 1969 NCHF എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ന്യൂഡൽഹിയിലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ന്യൂഡൽഹി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ മലബാർ റീജിയൻ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഈസ് ഡാഷ്. അതായത് മലബാർ റീജിയനിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ആണ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോളിഡാരിറ്റി ഈസ് ഡാഷ് ടു കോപ്പറേഷൻ. സോളിഡാരിറ്റി ഈസ് ഡാഷ് ടു കോപ്പറേഷൻ. എന്താണ് സോളിഡാരിറ്റി ഒരു കോപ്പറേഷനിൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ആൻസർ? കോപ്പറേറ്റീവ് വാല്യൂ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പം മറ്റുള്ള കോപ്പറേറ്റീവ് വാല്യൂ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏതാണ് വർഷം? 1951 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ ലീഡർ ഓഫ് ഫസ്റ്റ് അർബൻ ബാങ്ക് ഇൻ ഇന്ത്യ വാസ് ഡാഷ്. അതായത് അർബൻ ബാങ്കിൻ്റെ ഇന്ത്യയിലത്തെ ഫസ്റ്റ് ലീഡർ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ. വൈറ്റൽ കവിൽക്കാർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്റ്റേർഡ് അണ്ടർ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 വാസ് ഡാഷ്. അതായത് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 ആ ഒരു ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആൻസർ? ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എന്താണെന്നുള്ളത്. കോപ്പറേറ്റീവ് ടൂർ ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് ഡാഷ്. കോപ്പറേറ്റീവ് ടൂർ ഈസ് ദ പബ്ലിക്കേഷൻ ഓഫ് ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? നാഫെഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കോപ്പറേറ്റീവ് ടൂർ എന്ന് പറയുന്നത് നാഫെഡിൻ്റെ ഒരു പബ്ലിക്കേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കൺസ്യൂമർ കോപ്പറേറ്റീവ് ഇൻ ഇന്ത്യ ഈസ് ഡാഷ് ടയർ സ്ട്രക്ചർ. കൺസ്യൂമർ കോപ്പറേറ്റീവ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ടയർ സ്ട്രക്ചർ ആണെന്നുള്ളത്. അപ്പോൾ എന്താണ്? 4 ആണ്. പക്ഷേ കേരളത്തിന് എന്താണ്? 3 ടയർ സ്ട്രക്ചർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് NCDC ഈസ് അറ്റ് ഡാഷ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് NCDC ഈസ് അറ്റ് ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ന്യൂഡൽഹി. ആക്റ്റീവ് പ്രൈസ് പോളിസി റിലേറ്റഡ് ടു ഡാഷ്. ആക്റ്റീവ് പ്രൈസ് പോളിസി ഈസ് റിലേറ്റഡ് ടു ഡാഷ്. എന്താണ്? കൺസ്യൂമർ സൊസൈറ്റീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താണെന്നുള്ളത്. നബാർഡ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. നബാർഡ് ആക്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. നബാർഡ് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതാണ്. 1981 ആണ്. 1981. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHB. NHBയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് നാഷണൽ ഹൗസിംഗ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 2002 കണ്ടെയ്ൻ ഹൗ മെനി സെക്ഷൻസ്. അതായത് നമ്മളുടെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 എത്ര സെക്ഷനുകളാണ് ഉള്ളതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? 126. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹു ഡിസ്ക്രൈബ്ഡ് 1904 ആക്ട് ആസ് ഇറ്റ് വാസ് ദ വേ ഫ്രം പോവേർട്ടി ടു പ്ലെൻറ്റി. അതായത് 1904 ആക്ടിന് ഇറ്റ് വാസ് ദ വേ ടു ഫ്രം പോവേർട്ടി ടു പ്ലെൻറ്റി എന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ആരാണ്? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സർ ഡാനിയൽ ഹാമിൽട്ടൺ ആണ് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എഡ്വേർഡ് ലോ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ഇൻ ഡാഷ്. എഡ്വേർഡ് ലോ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ഇൻ ഡാഷ്. ഏത് വർഷമാണ് എഡ്വേർഡ് ലോ കമ്മിറ്റി അപ്പോയിൻമെൻറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? 1901 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 97th അമെൻമെൻറ്റ് റിലേറ്റഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. 97th അമെൻമെൻറ്റ് റിലേറ്റഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ 2011 ആണ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ DCA ഷാൽ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡാഷ്. ദ DCA ഷാൽ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡാഷ്. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? RCS, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം ഡിവിഡൻഡ് പേബിൾ ടു മെമ്പേഴ്സ് ആസ് പെർ 1912 ആക്ട് ഈസ് ഡാഷ്. 1912 ആക്ട് പ്രകാരം മാക്സിമം ഡിവിഡൻഡ് മെമ്പേഴ്സിന് എത്ര ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ₹1000. PB 1 petabyte means dash. 1 petabyte means dash. എന്താണ് ആൻസർ എന്ന് പറയുന്നത്? അതായത് 1024 TB ആണ് ഒരു പെറ്റാബൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് സെൻട്രൽ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. ഫസ്റ്റ് സെൻട്രൽ ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് സിറ്റുവേറ്റഡ് അറ്റ് ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? മദ്രാസ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Graphicard Committee submitted its report in the year dash. Graphicard Committee submitted its report in the year dash. അതായത് നമ്മുടെ നബാർഡൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കമ്മിറ്റിയാണ് ഗ്രാഫിക്കാർഡ് കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് എപ്പോഴാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളത്. എന്താണ്? 1981 എന്ത് ചെയ്തിട്ടുള്ളത്? അതിൻ്റെ റിപ്പോർട്ടൊക്കെ സമർപ്പിച്ചിട്ടുള്ളത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അടൽ പെൻഷൻ യോജന. അടൽ പെൻഷൻ യോജന പ്രീവിയസ്ലി നോൺ ആസ് ഡാഷ്. അതായത് അടൽ പെൻഷൻ യോജന മുൻപൊക്കെ എന്താണ് അറിയപ്പെട്ടിരുന്നത് ക്വസ്റ്റ്യൻ. അപ്പോൾ എന്താണ് ആൻസർ? സ്വാവലംബൻ യോജന എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ സ്വാവലംബൻ യോജനയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്യാമൽ റേറ്റിംഗ്സ്. ക്യാമൽ റേറ്റിംഗ്സ് ഡെവലപ്ഡ് ഇൻ ഡാഷ്. എവിടെയാണ് ക്യാമൽ റേറ്റിംഗ്സ് ഡെവലപ്പ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ്? എല്ലാവർക്കും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ കുറച്ച് കൺട്രീസൊക്കെ തന്നിട്ട് എന്താണ് ജർമ്മനി അങ്ങനെയൊക്കെ തന്നിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സെക്ഷൻ ഡാഷ് ഓഫ് IT ആക്ട് ഡീൽസ് വിത്ത് ചൈൽഡ് പോർണോഗ്രാഫി. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? 67B ആണ്. 67B ആണ്. IT-യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ഓഫ് ICDP ഇൻ കേരള. ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ഓഫ് ICDP ഇൻ കേരള. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? DCB ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. RBI വാസ് നാഷണലൈസ്ഡ് ഇൻ ഡാഷ്. RBI വാസ് നാഷണലൈസ്ഡ് ഇൻ ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? 1949. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. RBI ആക്ട് ആസ് ബാങ്കർ ടു ഗവൺമെൻറ് ആസ് പെർ ഡാഷ് സെക്ഷൻ ഓഫ് RBI ആക്ട്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. RBI ആക്ട് ആസ് ബാങ്കർ ടു ഗവൺമെൻറ് ആസ് പെർ ഡാഷ് സെക്ഷൻ ഓഫ് RBI ആക്ട്. ഏതാണ് സെക്ഷൻ എന്ന് പറയുന്നത്? സെക്ഷൻ 20 ആണ് അത് ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്തത് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സെക്ഷൻ 82 ഓഫ് KCS ആക്ട് ഡീൽസ് വിത്ത് ഡാഷ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ 82 സെക്ഷൻ 82 എന്താണ് ഡീൽ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ്? അപ്പീൽസ് ടു ട്രിബ്യൂണൽ ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അടുത്തത് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. സെക്ഷൻ ഡാഷ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് ഡീൽസ് വിത്ത് എൻഡോഴ്സ്മെൻറ്റ്. സെക്ഷൻ ഡാഷ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ആക്ട് ഡീൽസ് വിത്ത് എൻഡോഴ്സ്മെൻറ്റ്. ഇപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ സെക്ഷൻ 15 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അതായത് നമ്മൾ കാൾ മാർക്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ബുക്ക് പബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ. ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ആൻസർ എന്ന് പറയുന്നത്? 1848 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്ഡ് ഇൻ ദ ഇയർ ഡാഷ്. അതായത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. ആക്ട് പാസ് ചെയ്തത് ഏത് വർഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? 1920 നമ്മുടെ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായിട്ടുള്ളത്. ഫോം ചെയ്തിട്ടുള്ളത് 1921. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പാട്രണേജ് ഡിവിഡൻഡ് റിലേറ്റഡ് ടു ഡാഷ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ്. പാട്രണേജ് ഡിവിഡൻഡ് റിലേറ്റഡ് ടു ഡാഷ് ടൈപ്പ് ഓഫ് സൊസൈറ്റീസ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? പാട്രണേജ് ഡിവിഡൻഡ് ഏത് ടൈപ്പ് ഓഫ് സൊസൈറ്റീസുമായിട്ടാണ്? പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റീസുമായിട്ട് റിലേറ്റഡ് ആണ് നമ്മുടെ പാട്രണേജ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് മലയാളി ചെയർമാൻ അല്ലെങ്കിൽ ഫൗണ്ടിങ് ചെയർമാൻ ഓഫ് SBI. SBIയുടെ ഫസ്റ്റ് മലയാളി ചെയർമാൻ അല്ലെങ്കിൽ ഫൗണ്ടിങ് ചെയർമാൻ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആരാണ്? ജോൺ മത്തായി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ രണ്ടായിട്ട് വരാം. ഫൗണ്ടിങ് ചെയർമാനായിട്ട് വരും, ഫസ്റ്റ് മലയാളി. രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഡാഷ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ബൈ ഡാഷ്. ആരാണ് അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്? ഗവൺമെൻറ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഗവൺമെൻറ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് NDDB ലൊക്കേറ്റഡ് അറ്റ് ഡാഷ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് NDDB ലൊക്കേറ്റഡ് അറ്റ് ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ആനന്ദാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഈസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ആൻ IAS ഓഫീസർ ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ എന്താണ് ആൻസർ? മാനേജിങ് ഡയറക്ടർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദി അർബൻ ബാങ്ക് ഇൻ കേരള ഈസ് എ ഡാഷ് ടയർ സ്ട്രക്ചർ. അപ്പോൾ ഇങ്ങനെ ടയർ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പം നമുക്ക് ഇങ്ങനെ കൺസ്യൂമർ ഫെഡ്, അതേപോലെ മാർക്കറ്റ് ഫെഡ് അങ്ങനെയൊക്കെ ഉണ്ട്. 1 ടയർ സ്ട്രക്ചർ ആണോ, 2 ടയർ സ്ട്രക്ചർ ആണോ, 3 ടയർ സ്ട്രക്ചർ ആണോ എന്നൊക്കെ ഉള്ള. അപ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എന്താണ് ഷുവർ ആണ്. അപ്പോൾ അത് എന്തായാലും പഠിക്കാം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 1 ടയർ സ്ട്രക്ചർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സർഫേസി ആക്ട് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു ലോൺ ബിലോ റുപ്പീസ് ഡാഷ്. അപ്പോൾ എത്രയാണ് എമൗണ്ട് എന്ന് പറയുന്നത്? 1 lakhന് താഴെയുള്ള ലോണുകൾക്ക് സർഫേസി ആക്ട് എന്നല്ല അപ്ലിക്കബിൾ അല്ല. എന്താണ് സർഫേസി ആക്ടിനെ പറ്റി പറയാനുള്ളത്? അതായത് 2002 അത് എന്താണ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്, കെയിം ഇൻ ടു ഫോഴ്സ് ആയത്. അതേപോലെ എന്താണ് NPA റിക്കവറി ചെയ്യാനുള്ള ഒരു എഫക്റ്റീവ് ടൂളാണ് നമ്മുടെ സർഫേസി ആക്ട് എന്ന് പറയുന്നത്. പിന്നെന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്താണ്? സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട്. ഒന്നും കൂടി പറയാം. സെക്യൂരിറ്റൈസേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ അസറ്റ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ആക്ട് ആണ്. നോക്കാം. കോർപ്പറേഷൻ ഈസ് സംതിങ് മോർ ദാൻ എ സിസ്റ്റം. കോർപ്പറേഷൻ ഈസ് സംതിങ് മോർ ദാൻ എ സിസ്റ്റം എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ മാൽക്കോം ഡാർലിംഗ് ആണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് വാസ് ബ്രോട്ട് അണ്ടർ ദ കൺട്രോൾ ഓഫ് RBI ഇൻ ഡാഷ്. അതായത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് RBIയുടെ കൺട്രോളിൽ വന്നിട്ടുള്ളത് ഏത് വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1966 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash special charge on movable or immovable property in favor of a cooperative bank by mere declaration. mere എന്നാണ് കേട്ടോ, mere declaration. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം നോക്കുക. സ്പെഷ്യൽ ചാർജ് ഓൺ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. ഇനി അതേ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാം. സ്പെഷ്യൽ ചാർജ് ഓൺ മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന് എന്ത് പറയുമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ സ്പെഷ്യൽ ചാർജ് ഓൺ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ അതിനെന്ത് പറയുന്നത് അതും കൂടി എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പക്ഷേ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? രണ്ടുമാണ്. സ്പെഷ്യൽ ചാർജ് ഓൺ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഇൻ ഫേവർ ഓഫ് എ കോപ്പറേറ്റീവ് ബാങ്ക് നിയർ ബൈ ഡിക്ലറേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആൻസർ? ഗഹാനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓഡിറ്റേഴ്സ് ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡാഷ്. ഓഡിറ്റേഴ്സ് ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡാഷ്. ആൻസർ ഓവർ ഡ്യൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 5-year plan recognized cooperation as an instrument of planned economic action in economy. Dash 5-year plan recognized ആണ്. അപ്പോൾ ഏത് 5-year plan ആണ്? ഫസ്റ്റ് 5-year plan recognized cooperation as an instrument of planned economic action in economy. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ആക്ട് വാസ് പാസ്ഡ് ഇൻ. കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ആക്ട് പാസ്സായിട്ടുള്ളത് 1960 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോംഡ് ഇൻ മലബാർ ഏരിയ. അതായത് മലബാർ ഏരിയയിൽ ഫോം ചെയ്തിട്ടുള്ള ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണെന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കൊടുവായൂർ അഗ്രികൾച്ചറൽ സൊസൈറ്റിയാണ്. കൊടുവായൂർ അഗ്രികൾച്ചറൽ സൊസൈറ്റിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് റെഫേഴ്സ് ടു ആൻ ഓർഡർ ഓർ ഡിസിഷൻ ഓർ അവാർഡ്. ആൻസർ എന്താണ്? ഡിഗ്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. DV ഫയൽ ഇൻഡിക്കേറ്റ് ഡാഷ്. DV ഫയൽ എന്ന് വെച്ചിട്ടുണ്ട് എന്താണ്? ഡിസ്ചാർജ്ഡ് വൗച്ചറാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. FCPC സ്കീം റിലേറ്റഡ് ടു ഡാഷ്. FCPC സ്കീം റിലേറ്റഡ് ടു ഡാഷ്. ആൻസർ എക്സിം ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാഷണൽ എൻക്വയറി ഫണ്ട് സ്കീം ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡാഷ്. നാഷണൽ എൻക്വയറി ഫണ്ട് ഏതുമായിട്ട് അസോസിയേറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആൻസർ SIDBI ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സെക്ഷൻ ഡാഷ് ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഡിഫൈൻസ് ബാങ്കിങ്. സെക്ഷൻ ഡാഷ് ഓഫ്
ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 ഡിഫൈൻസ് ബാങ്കിങ്. എന്താണ്? സെക്ഷൻ 5B അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് LAF ഡീൽസ് വിത്ത് ഡാഷ്, ലിക്വിഡിറ്റിയാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പ്രൂഡൻഷ്യൽ നോംസ് ആർ റെക്കമെൻഡഡ് ബൈ കമ്മിറ്റി ഹെഡഡ് ബൈ ഡാഷ്. അതായത് പ്രൂഡൻഷ്യൽ നോംസ് ആരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്മിറ്റിയാണ്, ആരായിരുന്നു ഹെഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നരസിംഹമായിരുന്നു അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പ്രീമിയം ഓൺ ഇഷ്യൂ ഓഫ് ഷെയർ ഈസ് എ ഡാഷ്, ആൻസർ ക്യാപിറ്റൽ പ്രോഫിറ്റ്. 5 റൂൾ 185 റൂൾ 185 എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? എന്താ ഡിനോട്ട് ചെയ്യുന്നത്? പ്രൊമോഷനാണ്. ആൻസർ പ്രൊമോഷൻ. നെക്സ്റ്റ് ആണ് റൂൾ 184. റൂൾ 184 ഡീൽസ് ഡാഷ്. റൂൾ 184 ഡീൽസ് ഡാഷ് എന്താണ്? പ്രൊബേഷനാണ്. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ വേണ്ടി പാടില്ല. റൂൾ 184 പ്രൊബേഷനും റൂൾ 185 പ്രൊമോഷനുമാണ്. നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൂൾ 64B. റൂൾ 64B ഡീൽസ് ഡാഷ്. എന്താണ് ഡീൽ ചെയ്യുന്നത്? ഓഡിറ്റ് റിപ്പോർട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഓഡിറ്റ് റിപ്പോർട്ടാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റൂൾ 36 ഡീൽസ് ഡാഷ്. റൂൾ 36 ഡീൽസ് ഡാഷ്. ആൻസർ എഴുതിയല്ലോ. എന്താണ് കറക്റ്റ് ആൻസർ? സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൂൾ 18 ഡീൽസ് ഡാഷ്. റൂൾ 18 ഡീൽസ് ഡാഷ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ്. ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൂൾ 6 ഡീൽസ് വിത്ത് ഡാഷ്. റൂൾ 6 ആറാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൂൾ 6 ഡീൽസ് വിത്ത് ഡാഷ്. എന്താണ് ഡീൽ ചെയ്തത്? മോഡൽ ബൈലോ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ മോഡൽ ബൈലോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൂൾ 8 ഡീൽസ് വിത്ത് ഡാഷ്. റൂൾ 8 ഡീൽസ് വിത്ത് ഡാഷ്. എന്താ ഡീൽ ചെയ്യുന്നത്? ഫസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് ആണ് ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റൂൾ 8 ഡീൽസ് വിത്ത് ഡാഷ്. റൂൾ 58. റൂൾ 58 ഡീൽസ് വിത്ത് ഡാഷ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. റൂൾ 58 ഡീൽസ് വിത്ത് ഡാഷ്. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പ്രോവിഡൻറ്റ് ഫണ്ടാണ്. പ്രോവിഡൻറ്റ് ഫണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റൂൾ അതായത് 9ാമത്തെ ക്വസ്റ്റ്യൻ. റൂൾ 59 ഡീൽസ് വിത്ത് ഡാഷ്. റൂൾ 59 ഡീൽസ് വിത്ത് ഡാഷ്. എഴുതിയല്ലോ. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഗ്രാറ്റുവിറ്റി ആണ്. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൂൾ 64 ഡീൽസ് വിത്ത് ഡാഷ്. റൂൾ 64 ഡീൽസ് വിത്ത് ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഓഡിറ്റ്. ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൂൾ 190 ഡീൽസ് ഡാഷ്. റൂൾ 190 ഡീൽസ് ഡാഷ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ലീവ് റൂൾസ് ആണ് 190 ഡീൽ ചെയ്യുന്നത്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൂൾ 198. റൂൾ 198 ഡീൽസ് ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഡിസിപ്ലിനറി ആക്ഷൻ ആണ്. ഡിസിപ്ലിനറി ആക്ഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൂൾ 51A. റൂൾ 51A ഡീൽസ് ഡാഷ്. റൂൾ 51A ഡീൽസ് ഡാഷ്. എന്താണ്? ഗഹാനാണ് ഡീൽ ചെയ്യുന്നത്. ദെൻ 14ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൂൾ 45. റൂൾ 45 ഡീൽസ് ഡാഷ്. എന്താണ് റൂൾ 45 എന്ന് പറയുന്നത്? ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ആണ്. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 15 എന്താണെന്ന് നോക്കാം. റൂൾ 15. ക്വസ്റ്റ്യൻ നമ്പർ 15 എന്താണ്? റൂൾ 15 ഡീൽസ് വിത്ത് ഡാഷ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൂൾ 16A. റൂൾ 16A ഡീൽസ് വിത്ത് ഡാഷ്. റൂൾ 16A ഡീൽസ് വിത്ത് ഡാഷ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഐഡൻറ്റിറ്റി കാർഡ്. ഐഡൻറ്റിറ്റി കാർഡ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 17. റൂൾ 176. റൂൾ 176 ഡീൽസ് വിത്ത് ഡാഷ്.
176. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? പവർ ടു റിസൈൻഡ് എസ് റെസൊല്യൂഷൻ. പവർ ടു റെസൈൻഡ് എ റെസൊല്യൂഷൻ ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 18 നമുക്ക് നോക്കാം. റൂൾ 183. റൂൾ 183 ഡീൽസ് വിത്ത് ഡാഷ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഏജ് ലിമിറ്റാണ് ഡീൽ ചെയ്യുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 19 ഇതാണ്. റൂൾ 191. റൂൾ 191 ഡീൽസ് വിത്ത് ഡാഷ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? മെഡിക്കൽ അലവൻസ്. മെഡിക്കൽ അലവൻസ്. ഇനി ലാസ്റ്റ് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താ ക്വസ്റ്റ്യനാണ് നോക്കേണ്ടത്? പറയാം. റൂൾ 5 ഡീൽസ് വിത്ത് ഡാഷ്. റൂൾ 5 ഡീൽസ് വിത്ത് ഡാഷ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ. കോപ്പറേറ്റീവ് ന്യൂസ്. കോപ്പറേറ്റീവ് ന്യൂസ് പബ്ലിഷ്ഡ് ബൈ ഡാഷ്. കോപ്പറേറ്റീവ് ന്യൂസ് എന്ന് പറഞ്ഞൊരു മാഗസീനാണ്. അതാരാണ് പബ്ലിഷ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. 2 ഓപ്ഷനുകളാണ് NCUI ആൻഡ് വാംനിക്കോം. അപ്പോൾ എന്താണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ? ആൻസർ എഴുതിയല്ലോ എല്ലാവരും അല്ലേ? അപ്പോൾ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? NCUI ആണ്. അപ്പോൾ NCUIയുടെ ക്വാർട്ടർലി പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ന്യൂസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി പബ്ലിഷ്ഡ് ബൈ ഡാഷ്. കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി പബ്ലിഷ്ഡ് ബൈ ഡാഷ്. 2 ഓപ്ഷനുകൾ വാംനിക്കോം, ICA. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ICA ആണ് കോപ്പറേറ്റീവ് ട്രേഡ് ഡയറക്ടറി പബ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കോപ്പറേറ്റീവ് പേഴ്സ്പെക്റ്റീവ്. കോപ്പറേറ്റീവ് പേഴ്സ്പെക്റ്റീവ് പബ്ലിഷ്ഡ് ബൈ ഡാഷ്. ഇതിന് 2 ഓപ്ഷനാണ് വാംനിക്കോം, ICA. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? എഴുതിയല്ലോ, വാംനിക്കോം ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കോപ്പറേറ്റീവ് ടൂർ. കോപ്പറേറ്റീവ് ടൂർ പബ്ലിഷ്ഡ് ബൈ ഡാഷ്. 2 ഓപ്ഷൻ NAFED, ICA. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? NAFED ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ കോപ്പറേറ്റർ. ദ കോപ്പറേറ്റർ പബ്ലിഷ്ഡ് ബൈ ഡാഷ്. 2 ഓപ്ഷനുകളുണ്ട്, NCUI, വില്യം കിങ്. അതിൻ്റെ ആൻസർ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കൂടി നമ്മൾ നോക്കാം. കോപ്പറേറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കോപ്പറേറ്റർ പബ്ലിഷ്ഡ് ബൈ ഡാഷ്. അവിടെ 2 ഓപ്ഷനാണ്, വില്യം കിങ്, NCUI. ഇത് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ പറയാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ദ കോർപ്പറേഷൻ പബ്ലിഷ്ഡ് ബൈ ഡാഷ്. ദ കോർപ്പറേഷൻ പബ്ലിഷ്ഡ് ബൈ ഡാഷ്. 2 ഓപ്ഷൻ NCUI, KFCയുടെ. അപ്പം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അപ്പോൾ ദ കോർപ്പറേറ്റർ എന്നുള്ളത് ആരുടെ പബ്ലിക്കേഷനാണ്? വില്യം കിങ് ആണോ? അല്ല. ദ കോർപ്പറേറ്റർ എന്ന് പറയുന്നത് NCUIയുടെ പബ്ലിക്കേഷനാണ്. ദ കോർപ്പറേറ്റർ NCUI ആണ്. അതേപോലെ കോപ്പറേറ്റർ. കോപ്പറേറ്റർ എന്ന് പറയുന്ന മാഗസിൻ ആരുടെ പബ്ലിക്കേഷനാണ്? വില്യം കിങ്ങിൻ്റെ പബ്ലിക്കേഷനാണ്. ദെൻ ദ കോർപ്പറേഷൻ. ദ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ആരുടെ പബ്ലിക്കേഷനാണ്? KF സ്വീഡൻ. ഇത് മന്ത്ലി 2 പ്രാവശ്യം, ചോയ്സ് ഇൻ മന്ത് ആണ്. അതേപോലെ ഈ KF സ്വീഡൻ്റെ മന്ത്ലി പബ്ലിക്കേഷൻ ഉണ്ട്, V എന്ന് പറയുന്നത്, WE. അതായത് ദ കോർപ്പറേഷൻ എന്ന് പറയുന്നത് KF സ്വീഡൻ ട്വൈസ് ഇൻ മന്തും, V എന്ന് പറയുന്നത് KF സ്വീഡൻ മന്ത്ലിയുമാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കോപ്പറേറ്റർ കുറച്ച് ഓൾഡ് ആയതുകൊണ്ട് നമ്മൾ കോപ്പറേറ്റർ വില്യം കിങ്. ഇപ്പോൾ ദ കമ്മീഷണർ എന്ന് പറയുന്ന പോലെ എന്താണ് ദ കോപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് ന്യൂ ആണ്. അപ്പോൾ നമുക്ക് എന്താ ഓർക്കുക? NCUI. അതേപോലെ ദ കോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? KF സ്വീഡൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എന്താണ്? ഫിഷ് കോപ്പ് പബ്ലിഷ്ഡ് ബൈ ഡാഷ്. ഫിഷ് കോപ്പ് പബ്ലിഷ്ഡ് ബൈ ഡാഷ്. അതിൻ്റെ ആൻസർ പറയാം. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മത്സ്യ പബ്ലിഷ്ഡ് ബൈ ഡാഷ്. മത്സ്യ പബ്ലിഷ്ഡ് ബൈ ഡാഷ്. ഓക്കെ, എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഫിഷ് കാപ്പ് പബ്ലിഷ്ഡ് ബൈ ഡാഷ്. അപ്പോൾ അതിനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്താണ്? ഫിഷ് ആൻസർ ഫിഷ് ഫെഡ് ആണ്. അതിനുള്ള ആൻസർ ഉണ്ട്. അപ്പോൾ മത്സ്യം എന്തായിരിക്കും? മത്സ്യ ഫെഡാണ്. ഫിഷ് എന്ന് പറയുന്നത് ഫിഷ് ഫെഡും, ഫിഷ് കാപ്പ് എന്ന് പറയുന്നത് ഫിഷ് ഫെഡും, അതേപോലെ മത്സ്യ എന്ന് പറയുന്നത് ആരാണ്? മത്സ്യ ഫെഡുമാണ് പബ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സഹകരണ ജേണൽ പബ്ലിഷ്ഡ് ബൈ ഡാഷ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സഹകരണ വീതി പബ്ലിഷ്ഡ് ബൈ ഡാഷ്. 2 ഓപ്ഷനുകൾ 2ലുണ്ട്. SCU ഇൻ കേരള. 2ാമത്തെ ഓപ്ഷനാണ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ആരാണ് സഹകരണ ജേണൽ പബ്ലിഷ് ചെയ്യുന്നത്? SCU, അതായത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഇൻ കേരളയാണ് സഹകരണ ജേണൽ
പബ്ലിഷ് ചെയ്തത്. അപ്പോൾ സഹകരണ വീതി ആരാണ് പബ്ലിഷ് ചെയ്യുന്നത്? കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കേരള. അതോടൊപ്പം തന്നെ പിന്നൊന്ന് ഓർക്കാനുണ്ട്, സഹകരണ ധാരയും കൂടി ഉണ്ട് കേട്ടോ. സഹകരണ ധാര പബ്ലിഷ് ചെയ്തത് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റർ അസോസിയേഷൻ കേരളയാണ്. അത് മാറിപ്പോകാൻ വേണ്ടി പാടില്ല. എന്താണ് നമ്മൾ ഓർത്ത് വെക്കുക, എന്തെങ്കിലും ഒരു ഇതൊക്കെ കോഡ് ഉപയോഗിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഓർത്ത് വെക്കുക. അതായത് സഹകരണ ജേണൽ, എപ്പോഴും ജേണൽ എങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന എന്താണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. കാരണം അവർക്ക് ഒരുപാട് ഇങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഓർത്ത് വെക്കുക. ഒരുപാട് പബ്ലിഷ് ചെയ്യാൻ ഉണ്ടായതുകൊണ്ട് നമുക്കെന്താണ് ജേണൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ അങ്ങനെ ഓർത്ത് വെക്കുക. തന്നെ അതേപോലെ വീതി, സഹകരണ വീതി അത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. ധാര, അവർ ഇൻസ്പെക്ടേഴ്സും ഓഡിറ്ററും തമ്മിൽ ധാര വേണം അങ്ങനെയൊക്കെ ഓർത്ത് വെക്കുക. അപ്പോൾ സഹകരണ ധാര പബ്ലിഷ് ചെയ്യുന്നത് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ഓഫ് കേരളയാണ്. എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കണക്ഷനാണ് കേട്ടോ. അങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തോന്നുന്നില്ല എങ്കിലും എന്നെ പോലെ ചിന്തിക്കുന്നവർ അതങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ സെഞ്ചുറി ഓഫ് കോർപ്പറേഷൻ റിട്ടൺ ബൈ ഡാഷ്. എ സെഞ്ചുറി ഓഫ് കോർപ്പറേഷൻ റിട്ടൺ ബൈ ഡാഷ്. അപ്പോൾ എന്താണ്, രണ്ട് ഓപ്ഷനുകളാണ്, GDH കോൾ ആൻഡ് ഹെൻറി ബ്രൗൺ. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? GDH കോൾ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ അപ്പോൾ ഹെൻറി ബ്രൗണിൻ്റെ ബുക്കിൻ്റെ പേരെന്താണെന്ന് അറിയാമോ എല്ലാവർക്കും? അതായത് എ സെഞ്ചുറി ഓഫ് കോർപ്പറേഷൻ ഇൻ റോക്ക്ഡെയിലാണ് ഹെൻറി ബ്രൗണിൻ്റെ ബുക്കിൻ്റെ പേര്. അപ്പോൾ ഇത് മാറിപ്പോയത് എ സെഞ്ചുറി ഓഫ് കോർപ്പറേഷൻ GDH കോളും അതേപോലെ എ സെഞ്ചുറി ഓഫ് കോർപ്പറേഷൻ ഇൻ റോക്ക്ഡെയിലുമാണ് ഹെൻറി ബ്രൗണിൻ്റെ ബുക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റൂൾ 59 ഡീൽസ് ഡാഷ്. റൂൾ 59 ഡീൽസ് ഡാഷ് എന്താണ്? രണ്ട് ഓപ്ഷൻ, ഗ്രാറ്റുവിറ്റി, PF. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഗ്രാറ്റുവിറ്റി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. PF ഡീൽ ചെയ്യുന്ന സെക്ഷൻ ഏതാണ്? റൂൾ 58. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ എന്തില്ല, ഓപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾ ആരും പെട്ടെന്ന് നോക്കരുത്, എന്താണ് ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആൻസർ നോക്കരുത്. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ക്രിപ്കോ സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. ക്രിപ്കോ സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ക്രിപ്കോ എന്ന് പറയുന്നത് എന്താണ്? അതായത് കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. കൃഷക് ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഭാരതി കോപ്പറേറ്റീവ് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഓർക്കാൻ വേണ്ടി പറ്റുന്നത്? അതായത് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. അതേപോലെ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? നോയിഡയിലാണ്. ഓക്കെ, പിന്നെ അതേപോലെ എന്താണ്, അത് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് 1980-ലാണ്. സോ നെക്സ്റ്റ് ഇതേപോലെ ഒരു ഫുൾ ഫോം ആണ്. ആൻസർ ആരും നോക്കരുത്. ലാംസ്, LAMPS. 15ാമത് നമ്മളെ ക്വസ്റ്റ്യൻ ആണ്. ലാംസ് അതിൻ്റെ ഫുൾ ഫോം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും എഴുതിയല്ലോ, ഇതാണല്ലേ. അപ്പോൾ ഞങ്ങൾക്കൊരു കുറച്ച് സെക്കൻഡ് സമയമാണ്. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4, വേഗം എഴുതിക്കോ. ടിക് ടിക് 5, ടിക് ടിക് 6, ടിക് ടിക് 7. മതി, ഇത്രയും സമയം മതി. കുറച്ച് ഷോർട്ട് ഫോം ആക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സമയം? കറക്റ്റ് ആയിട്ടുള്ള എക്സ്പാൻഷൻ എന്താണ്? ലാർജ് സൈസ്ഡ് ആദിവാസി മൾട്ടി പർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഓക്കെ, അപ്പോൾ എന്താ അതിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഓർമ്മ വരുന്നത്? അത് ആരാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്? ബാവ കമ്മിറ്റി, PK ബാവ കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. 1971-ലാണ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രൈബൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. ട്രൈബൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ 1974 മുതലാണ് അത് പ്രവർത്തിച്ച് തുടങ്ങിയിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് ഫുൾ ഫോം എഴുതാൻ വേണ്ടിയിട്ടാണ് ഹഡ്കോ, HUDCO. HUDCO. അപ്പോൾ എഴുതിയല്ലോ എല്ലാവരും. ടിക് ടിക് 1, ടിക് ടിക് 2, ടിക് ടിക് 3, ടിക് ടിക് 4. മതി, അത്രയും സമയം മതി എഴുതാൻ വേണ്ടിയിട്ട്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഹൗസിംഗ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ 1970-ലാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഹഡ്കോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൗസിംഗ് അർബൻ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. പറ്റി പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മൈൻഡിൽ ഓർമ്മ വരുന്നത്? അതായത് കമ്പനീസ് ആക്ട് 1956 പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 1970-ലാണ് നമുക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ് ന്യൂഡൽഹിയാണ്. അതേപോലെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് കൂടിയാണ്. ഫുള്ളി ഓൺഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ നെക്സ്റ്റ് എക്സ്പാൻഷൻ ഒന്നും അല്ല, ഓപ്ഷനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കാം നമുക്കത് എന്താണെന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് ഇൻ ടു ഡൈനാമിക് റാം? കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ലോഡിംഗ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽസ് ഇൻ ടു ഡൈനാമിക് റാം? അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ഫയൽസ് റാമിലേക്ക് ലോഡ് ചെയ്യുന്നുള്ള പ്രോസസ്സ് എന്താണെന്നാണ്. രണ്ട് ഓപ്ഷനുകളാണ്, ഡാറ്റ ഷെയറിംഗ് ആൻഡ് ബൂട്ടിംഗ്.
കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ബൂട്ടിംഗ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഓൺലി ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻ കേരള. കേരളത്തിലുള്ള ഒരേ ഒരു ഇൻഷുറൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഏതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? കാപ്പെക്സ് കോയിൻസ്. 2 ഓപ്ഷൻ, കാപ്പെക്സും കോയിൻസും. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? കോയിൻസ്. കാരണം ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്ത് വേണം? മണി ആ ടേം വരണം. അപ്പോൾ മണി ഏകദേശം നമുക്ക് മൈൻഡിൽ വിചാരിക്കാം കോയിൻസ്. കോയിൻ, മണി, ഇൻഷുറൻസ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ റിവൈസ്ഡ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. ദ റിവൈസ്ഡ് കിസാൻ ക്രെഡിറ്റ് സ്കീം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. 2 ഓപ്ഷൻ, TM ബാഷിൻ ആൻഡ് ബി ശിവരാമൻ. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? TM ബാഷിനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഇല്ല, നോക്കരുത് ആരും. ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ. ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ ഏതാണ് കമ്മിറ്റി? മാക്ലഗൻ കമ്മിറ്റി. No member of a society shall be eligible for being elected as member of the committee of a society if he or she is a near relative of a paid employee of the society. Which of the following is not a near relative this purpose? അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു പെയ്ഡ് എംപ്ലോയിയുടെ നിയർ റിലേറ്റീവ് ആണെങ്കിൽ അവരെന്ത് ചെയ്യാൻ വേണ്ടി പാടില്ല? കമ്മിറ്റിയിലെ മെമ്പറായി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് നിയർ റിലേറ്റീവ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഓപ്ഷൻ നിങ്ങൾ തന്നെ നോക്കാം. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സിസ്റ്റേഴ്സ് ഹസ്ബൻഡാണ്. സിസ്റ്റേഴ്സ് ഹസ്ബൻഡാണ് നിയർ റിലേറ്റീവ് അല്ലാത്ത. ബാക്കിയുള്ള ഹസ്ബൻഡും ബ്രദറും അതേപോലെ വൈഫും ഇതൊക്കെ എന്താണ്? പെയ്ഡ് എംപ്ലോയിയുടെ നിയർ റിലേറ്റീവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. In which of the cases a delegate of one society sitting on the committee of another society shall not cease to be a member of such a committee? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഇൻ കേസ് ഹി വാസ് ഇലക്റ്റഡ് ആസ് എ പ്രസിഡന്റ് ഓഫ് ദി സൊസൈറ്റി വിച്ച് ഹി റെപ്രസെൻറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The number of members of the committee of a service cooperative bank shall not be less than. സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലത്തെ മെമ്പേഴ്സ് അത്തേൽ കുറയാൻ വേണ്ടി പാടില്ല എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് ആൻസർ? 7 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. മിനിമം 7 മെമ്പേഴ്സ് എങ്കിലും വേണ്ടതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം ഓഫ് ഓഫീസ് ഓഫ് ദ കമ്മിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ബി 5 years for. അതായത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഫീസ് കമ്മിറ്റിയുടെ ടേം എന്ന് പറയുന്നത് 5 years ഫ്രം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ദ ഡേറ്റ് ഓഫ് ദി ഇലക്ഷൻ ബോർഡ്. ഡേറ്റ് ഓഫ് ഇലക്ഷൻ ബോർഡ് വരെ മാത്രമാണ് 5 വർഷം. ഓക്കെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റെക്കോർഡ് ഷാൽ നോട്ട് ബി റീറ്റെയിൻഡ് പെർമനൻ്റ്ലി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്കിയുള്ളവയൊക്കെ എന്താണ്? പെർമനൻ്റ് ആയിട്ട് ഒരു സൊസൈറ്റിയിൽ റീറ്റെയിൻ ചെയ്തിരിക്കുന്ന ബുക്കാണ്. ഏതാണ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നിങ്ങൾ നോക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? റെസിപ്റ്റ് ബുക്കാണ് പെർമനൻ്റ് ആയിട്ട് റീറ്റെയിൻ ചെയ്യാത്തത്. ബാക്കി മിനിറ്റ്സ് ബുക്ക് റീറ്റെയിൻ ചെയ്യണം. അഡ്മിഷൻ രജിസ്റ്ററും അതേപോലെ ഡേ ബുക്കൊക്കെ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സിറ്റുവേഷൻ which will invite the registrar to appoint an administrative committee under the section of 33 of Kerala Cooperative Societies Act? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ദ പ്രസിഡന്റ് ഓഫ് ദ സൊസൈറ്റി ഈസ് റിമൂവ്ഡ് ബൈ എ നോൺ കോൺഫിഡൻറ്റ് മോഷൻ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഹൂ ഷാൽ ബി പ്രിസൈഡ് ഓവർ ദ മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി convent under Rule 43A to consider a non-confident motion against the president. അതായത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് റൂൾ 43A പ്രകാരം പ്രസിഡന്റിനെതിരെ ഒരു കോൺഫിഡൻറ്റ് മോഷൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ആരാണ് ആ ഒരു മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുക? സൊസൈറ്റിയിൽ അങ്ങനെ ഒരു മീറ്റിംഗ്, അതായത് പ്രസിഡന്റിനെതിരെ ഒരു നോൺ കോൺഫിഡൻറ്റ് മോഷൻ പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ ആരാണ് ആ മീറ്റിംഗ് എന്ത് ചെയ്യുക? പ്രിസൈഡ് ചെയ്യുക എന്നതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടി. 43A എന്ന് പറയുന്നത് എന്താണ്? നോൺ കോൺഫിഡൻറ്റ് മോഷൻ എഗെയിൻസ്റ്റ് പ്രസിഡൻ്റ് എന്ന് കിട്ടി. അപ്പം അങ്ങനെ ഒരു മീറ്റിംഗ്
ആരാണ് പ്രിസൈഡ് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ ഇവിടെ ഓപ്ഷൻ നോക്കുക. വൈസ് പ്രസിഡന്റ് എന്നുണ്ട്. ഓഫീസർ ഓഫ് ദി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓതറൈസ്ഡ് ബൈ രജിസ്ട്രാർ, ദ രജിസ്ട്രാർ ആണ്. എനി ഓഫ് ദി കമ്മിറ്റി മെമ്പർ ഹു ഹാസ് സൈൻഡ് ദ ഓഫീസ്, അങ്ങനെയൊക്കെ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ? കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ദ ഓഫീസർ ഓഫ് ദി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഓതറൈസ്ഡ് ബൈ ദി രജിസ്ട്രാർ, അദ്ദേഹമാണ് പ്രിസൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മാക്സിമം പെർമിഷബിൾ ബോറോവിംഗ് പവർ ഓഫ് എ പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ്. മാക്സിമം പെർമിഷബിൾ ബോറോവിംഗ് പവറാണ് പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാക്സിമം പെർമിഷബിൾ ബോറോവിംഗ് പവർ എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? 150 ടൈംസ് ഓഫ് ഇറ്റ്സ് ഓൺഡ് ഫണ്ട്. ഓൺഡ് ഫണ്ടിനേക്കാളും 150 ടൈംസ് കൂടുതലാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയപ്പോൾ എന്താണ് ഇവിടെ 50 ടൈംസ് ആണ്. ഡബിൾ എമൗണ്ട് ഓഫ് ദി നെറ്റ് വർത്ത്, ഈക്വൽ എമൗണ്ട് ഓഫ് ദി ഡെപ്പോസിറ്റ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? 150 ടൈംസ് ഓഫ് ഇറ്റ്സ് ഓൺഡ് ഫണ്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്? ബാക്കിയെല്ലാം ഇതിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലേതാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ലാത്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ എന്താണ്? കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, റിസർവ് ഫണ്ട്, കോമൺ ഗുഡ് ഫണ്ട്, മെമ്പർ റിലീഫ് ഫണ്ട്. നമുക്കറിയാം റിസർവ് ഫണ്ട് എന്നാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്. അതേപോലെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്. അപ്പോൾ നിങ്ങളോട് ചോദ്യം, എത്ര ശതമാനമാണ് മൊത്തം റിസർവിൻ്റെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടായിട്ട് മാറ്റിവെക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. മെമ്പർ റിലീഫ് ഫണ്ടും എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്. അല്ലാത്തത് ഏതാണ്? കോമൺ ഗുഡ് ഫണ്ടാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? കോമൺ ഗുഡ് ഫണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ലാത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോ പാർട്ട് ഓഫ് ദ ഫണ്ട്സ് other than dash of the society shall be paid by way of bonus or dividend or otherwise distributed among the members. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നെറ്റ് പ്രോഫിറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോ പാർട്ട് ഓഫ് ദ ഫണ്ട്സ് അതർ ദാൻ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റി. നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റി ആണ്. നോ പാർട്ട് ഓഫ് ദ ഫണ്ട്സ് അതർ ദാൻ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ സൊസൈറ്റി ഷാൽ ബി പെയ്ഡ് ബൈ വേ ഓഫ് ബോണസ്. അതായത് നെറ്റ് പ്രോഫിറ്റാണ് നമ്മൾ ബോണസായിട്ടും ഡിവിഡൻ്റായിട്ടും മറ്റുള്ള ഇതൊക്കെ കൊടുക്കുന്നത്. പിന്നെ താഴെ കാണുന്ന വർക്കിംഗ് പ്രോഫിറ്റോ അതേപോലെ റീറ്റെയിൻ പ്രോഫിറ്റോ ഗ്രോസ് പ്രോഫിറ്റോ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല. ഇതേപോലെ സൊസൈറ്റിയുടെ ബോണസോ ഡിവിഡൻറ്റോ അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും കൊടുക്കില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യനൊക്കെ ഇത്തിരി കൺഫ്യൂസിങ് ആണല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലോൺസ് അണ്ടർ കൺസോർട്ടിയം ലെൻഡിങ് സ്കീം വിൽ ബി പ്രൊവൈഡഡ് ഓൺ. കൺസോർട്ടിയം ലെൻഡിങ് സ്കീം, അതായത് കൺസോർട്ടിയം ലെൻഡിങ് സ്കീം വഴി പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? ലോൺസ് അണ്ടർ കൺസോർട്ടിയം ലെൻഡിങ് സ്കീം വിൽ ബി പ്രൊവൈഡഡ് ഓൺ. എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ? എന്താണ്? ഗവൺമെൻറ് ഗ്യാരണ്ടിയാണ്. കൺസോർട്ടിയം ലെൻഡിങ് സ്കീം പ്രകാരം പ്രൊവൈഡ് ചെയ്യുന്ന ലോണുകൾ എന്താണ്? ഗവൺമെൻറ് ഗ്യാരണ്ടി ഉള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അസറ്റ് ഈസ് ഹാവിങ് 100% ലിക്വിഡ് ഓവർ? താഴെ കൊടുത്തിരിക്കുന്ന അസറ്റിന് 100% ലിക്വിഡിറ്റി കവറാണുള്ളത്. ഏതാണ് ആ ഒരു അസറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കറക്റ്റായിട്ടുള്ള ആൻസർ? ബാലൻസ് ഓഫ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് അക്കൗണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഉണ്ട്. പക്ഷേ ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? ബാലൻസ് ഇൻ കറൻറ്റ് അക്കൗണ്ട്. ബാലൻസ് ഇൻ കറൻറ്റ് അക്കൗണ്ടിനാണ് നമുക്ക് 100% ആയിട്ടുള്ള ലിക്വിഡിറ്റി കവറിങ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നോ സൊസൈറ്റി ഷാൽ ഡിസ്പോസ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വയർഡ് ബൈ ദ സൊസൈറ്റി വിത്തൗട്ട് ഡാഷ്. അവിടെ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? നോ സൊസൈറ്റി ഷാൽ ഡിസ്പോസ് എനി ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. അതായത് ഒരു സൊസൈറ്റിയും ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയും എന്ത് ചെയ്യില്ല? ഡിസ്പോസ് ചെയ്യില്ല. എപ്പോഴാണ് ഡിസ്പോസ് ചെയ്യുക? അതായത് ആരുടെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിൻ്റെയോ ഒന്നിൻ്റെ സാങ്ഷൻ വേണം ഇങ്ങനെയുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ആരുടെ സാങ്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, ഓപ്ഷൻസ് നോക്കുക. ദ പ്രയർ സാങ്ഷൻ ഓഫ് ദി ജനറൽ ബോഡി, ദ പ്രയർ സാങ്ഷൻ ഓഫ് ദി രജിസ്ട്രാർ, ദ പ്രയർ സാങ്ഷൻ ഓഫ് ദി ബോർഡ്,
ദ പ്രയർ സാങ്ഷൻ ഓഫ് ജനറൽ ബോഡി ആൻഡ് രജിസ്റ്റർ. ഇതൊക്കെ എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോയ്സസ് തന്നെയാണ് തന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മളുടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് പ്രയർ സാങ്ഷൻ ഓഫ് ജനറൽ ബോഡി ആൻഡ് രജിസ്ട്രാർ. രജിസ്ട്രാറുടെ സാങ്ഷനും അതേപോലെ എന്താണ് ജനറൽ ബോഡിയുടെയും സാങ്ഷൻസ് എന്താണ് ആവശ്യമാണ്. The next question ഇതാണ്. The accounts of every society shall be audited within dash of the close of the financial year which such account relate. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? അതായത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് 6 months ആണ്. അതായത് അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി ഷാൽ ബി ഓഡിറ്റഡ് വിത്തിൻ ദ 6 months ഓഫ് ദി ക്ലോസിംഗ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. അപ്പോൾ അതിന് മുൻപ് തന്നെ 6 monthsനുള്ളിൽ എന്ത് ചെയ്യണം? അതായത് ഓഡിറ്റ് ചെയ്തിരിക്കണം. 6 months ആണ്. The next question ഇതാണ്. It shall be duty of the dash of every society to ensure the accuracy of financial and statutory statements. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആരുടെ ഡ്യൂട്ടിയാണ് ഫിനാൻഷ്യൽ അതേപോലെ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒക്കെ ആക്യുറസി എൻഷുർ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടി എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എങ്ങോട്ട് പോകും? ചീഫ് അക്കൗണ്ടൻറ്റിലേക്കാണ് നമ്മൾ ആദ്യം പോവുക. പക്ഷേ അതെന്താണ്? തെറ്റായിട്ടുള്ള ഒരു ആൻസറാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? മാനേജിങ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമ്മൾ ഓർക്കുക മാനേജിങ് കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡേ ടു ഡേ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങളാണ് ഇതൊക്കെ ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആക്യുറസി എൻഷുർ ചെയ്യുക എന്നുള്ളത്. The next question ആണ്. The enquiry under section 65 shall be completed within. section 65 ഡീൽ ചെയ്യുന്ന എന്താണ്? എൻക്വയറി ആണ്. അത് എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? 6 months. 6 monthsനുള്ളിലാണത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. The next question ഇതാണ്. The supervision under section 66 of the KCS Act may include. അതായത് സെക്ഷൻ 66 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സൂപ്പർവിഷനാണ്. സോ അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ആകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആൻ ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് ഓഫ് ദി സൊസൈറ്റി, വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്, വാല്യുവേഷൻ ഓഫ് അസറ്റ് ഓഫ് ദി സൊസൈറ്റി, ഓൾ ഓഫ് ദി. അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താണ്? ആൻ ഇൻസ്പെക്ഷൻ ഓഫ് ബുക്ക് ഓഫ് ദി സൊസൈറ്റിയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. For which of the following purpose the cooperative development and welfare fund shall be utilized? താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്തിനു വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്? ഓപ്ഷൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഫോർ ദി ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദി സൊസൈറ്റീസ് ആൻഡ് സേഫ് ഗാർഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് എഗെയിൻസ്റ്റ് എനി ലോസ്. ഇതിന് വേണ്ടിയിട്ടാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നോക്കുക. അടുത്തത് ടു റെഡീം ദ ഡെപ്റ്റ്സ് ഓഫ് ഡിസീസ്ഡ് ബോറോവേഴ്സ് ഓഫ് ദ സൊസൈറ്റി ഉണ്ട്. അതേപോലെ ടു പേ ദ സാലറി, ടു റീഫണ്ട് ഡെപ്പോസിറ്റ്. പക്ഷേ ഇതൊന്നുമല്ല ആൻസർ. ഫോർ ദ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഓഫ് ദ സൊസൈറ്റി സേഫ് ഗാർഡിങ് ദ ഇൻട്രസ്റ്റ് അഗെയിൻസ്റ്റ് എനി ലോസ്. അതാണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്. നെക്സ്റ്റ് വണ്ണാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷാൽ നോട്ട് ബി ഡീംഡ് ടു ബി ഡിസ്പ്യൂട്ട് അണ്ടർ സെക്ഷൻ 69 ഓഫ് ദി KCS ആക്ട്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? സി ആണ്. എ ക്ലെയിം ബൈ ഷ്യൂർലി എഗെയിൻസ്റ്റ് ദി കോഷ്യൂർട്ടി. എ ക്ലെയിം ബൈ ഷ്യൂർട്ടി എഗെയിൻസ്റ്റ് ദി കോഷ്യൂർട്ടി. ഇതാണ് സി ആണ് നമ്മുടെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക്? താഴെ കൊടുത്തിരിക്കുന്നവർ ഇൻഷുർഡ് കോപ്പറേറ്റീവ് ബാങ്ക് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരള ബാങ്ക്, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, മലപ്പുറം DCB, റൂറൽ ബാങ്ക്. അപ്പോൾ നമുക്കറിയാം കേരള ബാങ്കും അർബൻ കോപ്പറേറ്റീവ് ബാങ്കും മലപ്പുറം ബാങ്കും ഒക്കെ എന്താണ്? ഇൻഷുർഡ് ബാങ്കാണ്. സോ റൂറൽ ബാങ്കാണ് നോൺ ഇൻഷുർഡ് ബാങ്കായിട്ടുള്ളത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The certificate issued in form number 12 under the section 76 of the Kerala Cooperative Societies Act will enable the decree holder to execute the decree through revenue department or. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് ഫോം നമ്പർ 12 സെക്ഷൻ 76 അതേപോലെ ഫോം നമ്പർ 12 ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്.
അപ്പോൾ സെക്ഷൻ 76 അതായത് ഫോം നമ്പർ 12 ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്നുണ്ട്. സെക്ഷൻ 76 പറഞ്ഞിരിക്കുന്നത് വിൽ എനേബിൾ, അതെന്ത് ചെയ്യുന്നു? ഡിഗ്രി ഹോൾഡറിനെ എനേബിൾ ചെയ്യുന്നു. എന്താണ് എനേബിൾ ചെയ്തത്? എക്സിക്യൂട്ട് ദ ഡിഗ്രി. ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്യാൻ എങ്ങനെയാണ്? റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാക്കുന്നു എന്നാണ്, എനേബിൾ ചെയ്യുന്നു. അതല്ലാതെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വേറൊന്നും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അത് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? സിവിൽ കോർട്ടാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ എന്താണ് ആൻസർ? സിവിൽ കോർട്ടിലൂടെയും അതേപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലൂടെയും ഡിഗ്രി ഹോൾഡറിന് ഡിഗ്രി എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എനേബിൾ ആവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് കം അണ്ടർ പെർവ്യൂ ഓഫ് ദി അപ്പീൽ ബിഫോർ ദ ട്രൈബ്യൂണൽ? അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പൾഷൻ ഓഫ് എ മെമ്പർ ആണ് ട്രൈബ്യൂണലിൻ്റെ മുമ്പിൽ വരാത്ത പെർവ്യൂ എന്ന് പറയുന്നത് അപ്പീൽ വരാത്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ ബീൻ ലാർജ്ലി ഫോക്കസ്ഡ് ഓൺ. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ എന്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ക്രെഡിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ യുണീക്ക് ഫീച്ചേഴ്സ് ഓഫ് കോപ്പറേറ്റീവ്സ്? കോപ്പറേറ്റീവ്സിൻ്റെ യുണീക്ക് ഫീച്ചേഴ്സ് അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? വളരെ അസോസിയേഷൻ ഫീച്ചേഴ്സാണ്. ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ്, അതും ഒരു ഫീച്ചേഴ്സാണ്. ഇക്കണോമിക് പാർട്ടിസിപ്പേഷൻ ഓഫ് ദി മെമ്പേഴ്സ്, അതും എന്താണ്? ഫീച്ചേഴ്സാണ്. പക്ഷേ ഫീച്ചേഴ്സ് അല്ലാത്ത എന്താണ്? ഡിപ്പെൻഡൻസ് ആണ് ഫീച്ചേഴ്സായിട്ട് അല്ലാത്തത്. The next question ഇതാണ്. Members of financial cooperatives are dash and hence there is a potential conflict. ഫിനാൻഷ്യൽ കോപ്പറേറ്റീവ്സിലുള്ള മെമ്പർ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്? ഡെപ്പോസിറ്റേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കോപ്പറേറ്റീവ് ബാങ്ക്സ് ആർ റൈറ്റ്ലി ലിവറേജ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ സെൻസ് ദാറ്റ്, അതായത് കോപ്പറേറ്റീവ് ബാങ്ക്സുകൾ ലിവറേജ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറയുന്നു. അതിൻ്റെ സെൻസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? നൺ ഓഫ് ദ എബവ് ഉണ്ട്. ദെയർ ലോൺസ് ആർ മോസ്റ്റ്ലി അൺസെക്യൂർഡ് ആണ്. പിന്നെ എന്താണ്? ദർ ടോട്ടൽ അസറ്റ് ഉണ്ട് സെവറൽ മൾട്ടിപ്പിൾ ഓഫ് ദെയർ ഓൺ ഫണ്ട്സ് ആണ്. നെക്സ്റ്റ് ആണ് ദെയർ ടോട്ടൽ ലാബിലിറ്റീസ് എമൗണ്ട് ടു എ ലാർജർ മൾട്ടിപ്പിൾ ഓഫ് ദെയർ ഓൺ ഫണ്ട്സ്. അപ്പോൾ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ദെയർ ടോട്ടൽ ലാബിലിറ്റീസ് എമൗണ്ട് ടു എ ലാർജർ മൾട്ടിപ്പിൾ ഓഫ് ദെയർ ഓൺ ഫണ്ട്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. Dash is the link between the governing body and the team official in charge policies and day-to-day administration. Correct ആയിട്ടുള്ള ആൻസർ ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഇസ് ദ ലിങ്ക് ബിറ്റ്വീൻ ഗവേണിംഗ് ബോഡി ആൻഡ് ടീം ഒഫീഷ്യൽ ഇൻ ചാർജ് ഓഫ് പോളിസീസ് ആൻഡ് ഡേ-ടു-ഡേ അഡ്മിനിസ്ട്രേഷൻ. ചീഫ് എക്സിക്യൂട്ടീവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മേജർ ഒബ്ജക്റ്റ് ഓഫ് ഫണ്ട് മാനേജ്മെൻറ്റ്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റ് അല്ലാത്തത്, മേജർ ഒബ്ജക്റ്റ് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? മിനിമൈസ് ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് മിനിമൈസ് ചെയ്യുക എന്നതാണ് ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അല്ലാത്തത്. ബാക്കി കംപ്ലൈൻറ്റ്സ് വിത്ത് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്, മിനിമൈസ് ലിക്വിഡിറ്റി റിസ്ക്, അതേപോലെ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ഫണ്ട് സോ ആസ് ടു മാക്സിമൈസ് ദ റിട്ടേൺ, ഇതൊക്കെ എന്താണ്? ഫണ്ട് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. സച്ച് പോർഷൻ ഓഫ് റിസർവ് ഫണ്ട്, other funds, paid up share capital, loans and deposit received society and debentures issued as have not been invested in buildings and other fixed asset is called dash. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ദി റിസർവ് ഫണ്ടിൻ്റെ പോർഷൻ ആണ്. ആൻഡ് അതർ ഫണ്ട്സ് ഓഫ് പെയ്ഡ് ക്യാപിറ്റൽ ആണ്. ലോൺസ് ആൻഡ് ഡെപ്പോസിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഓഫ് ഡാറ്റ പ്രിപ്പയർഡ് ആസ് പെർ ദ സർട്ടൻ ആക്സെപ്റ്റബിൾ അക്കൗണ്ടിങ് നോംസ് പ്രൊസീജിയർ ഈസ് കോൾഡ് ഡാഷ്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ ഓഫ് ഡാറ്റ പ്രിപ്പയർഡ് ആസ് പെർ ആക്സെപ്റ്റബിൾ അക്കൗണ്ടിങ് നോംസ്. ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് നോംസിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കുറച്ചും കൂടി ഈ ഒരു ആൻസറാണ് കുറച്ചും കൂടി ഇതിന് സ്യൂട്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കിസാൻ ക്രെഡിറ്റ് കാർഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഫിനാൻസിങ്.
ആ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെ വേണ്ടിയിട്ടാണ്? പ്രൊഡക്ഷൻ നീഡ്സിനും കൺസംഷൻ നീഡ്സിനുമാണ് നമ്മൾ കിസാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ടോട്ടൽ ഓൺ ഫണ്ട്സ് ലെസ് ദി അക്യുമുലേറ്റഡ് ലോസസ് ഈസ്. ടോട്ടൽ ഓൺ ഫണ്ട്സ് ലെസ് ദി അക്യുമുലേറ്റഡ് ലോസസ് ഈസ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നെറ്റ് ഓൺഡ് ഫണ്ട്സ്. നെറ്റ് ഓൺഡ് ഫണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കറൻസി ഈസ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കറൻസി ഈസ് എന്താണ്? ഒരു സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് വാസ് ഒറിജിനേറ്റഡ് ഇൻ ഓർഡർ ടു ഇറാഡിക്കേറ്റ് ദ ഈവിൾസ് ഓഫ്. അത് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഒറിജിനേറ്റ് ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിൻ്റെ ഈവിൾസ് കുറക്കാൻ വേണ്ടിയിട്ടെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ് ക്യാപിറ്റലിസം ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 3 ടയർ സ്ട്രക്ചർ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ് വാസ് ഫസ്റ്റ് റെക്കമെൻഡഡ് ബൈ. അതായത് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ 3 ടയർ സ്ട്രക്ചർ ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് ആരെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ ആണ്. കറക്റ്റ് ആയിട്ടുള്ള അതന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇമ്പീരിയൽ കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ ആണ് 3 ടയർ സ്ട്രക്ചർ ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കം അണ്ടർ ഡാഷ് ഇൻ KYC നോംസ്. അതായത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുകൾ KYC നോംസിൻ്റെ ഏത് കാറ്റഗറിയിൽ പെടും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഏത് കാറ്റഗറിയിലാണ്? ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് പെടുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഹൈ റിസ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഈസ് ദ മോസ്റ്റ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ലോൺ മാനേജ്മെൻറ്റ്. ലോൺ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ് റിക്കവറി മാനേജ്മെൻ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റീസ്ട്രക്ചറിങ് ഓഫ് ലോൺ വിൽ ബി എ നെസസിറ്റി ഇൻ ദി ഡാഷ് പോയിന്റ് ഓഫ് വ്യൂ. അതായത് റീസ്ട്രക്ചറിങ് ഓഫ് ലോൺ ആവശ്യമാണ്. ആരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ലെൻഡേഴ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് അങ്ങനെയൊന്ന് ആവശ്യമായിട്ടുള്ളത്. ഇനി ബാക്കി നമ്മുടെ പ്രീവിയസ് ഇയറിൽ 60 ക്വസ്റ്റ്യനും കൂടി ബാക്കിയുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്ത് നോക്കാം കേട്ടോ. സോ അതുവരേക്കും ബൈ.